അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യത്തിന് ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് അവിലിട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വെള്ള അവിലാണ്. കനം കുറച്ചുള്ള അവിലോ കട്ടിയുള്ള അവിലോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇതുപോലത്തെ അളവ് കപ്പില്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസിന്റെ അളവിലായിരിക്കണം ബാക്കിയെല്ലാം അളന്നെടുക്കേണ്ടത്. ഇത് ഗ്ലാസ്സിലാണോ നിങ്ങൾ അളന്നെടുക്കുന്ന അവില് ആ ഗ്ലാസിന്റെ അളവിൽ തന്നെ ബാക്കിയൊക്കെ അളന്നിട്ടെടുക്കാം. ഇനി അവിലൊന്ന് കഴുകിയെടുക്കാം. ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. ഈ വെള്ളം മാറ്റിയിട്ട് അവല് കുറച്ച് സമയം ഒന്ന് കുതിർക്കാൻ വെക്കാം. അവലൊരു പ്രാവശ്യം കഴുകിയെടുത്തു. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ അവലൊന്ന് കുതിർക്കാൻ വെക്കാം. ഈ ഒരു സമയം കൊണ്ട് ഞാനിവിടെ 10 കാശ്മീരി വറ്റൽമുളക് 15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ നിന്ന് കാശ്മീരി വറ്റൽമുളക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. പിന്നെ സാധാരണ എരിവുള്ള വറ്റൽമുളക് ആണെന്നുണ്ടെങ്കിൽ 5 എണ്ണം എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി അല്ലികളാണ്. 10 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എത്രയാണോ സവാള എടുത്തിട്ടുള്ളത് ആ ഒരു അളവിൽ തന്നെ 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് അങ്ങ് ചേർക്കാം. ഇനി വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. നോക്കിയിട്ട് പിന്നെ ഈ ലാസ്റ്റിൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം പുളി ഇതിലേക്ക് ചേർത്ത് അരച്ചെടുക്കാം. തക്കാളിയുടെ പുളി നോക്കിയിട്ട് വേണം ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ കുറച്ച് പുളി വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. പിന്നെ 2-3 ദിവസമൊക്കെ നിങ്ങൾക്ക് കേടുകൂടാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ എടുത്താൽ മതിയാവും. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, ഒരു 1/2 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നിറം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കടലപ്പരിപ്പ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഉഴുന്ന് പരിപ്പ് മാത്രം മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നിറം മാറി കടുകെല്ലാം പൊട്ടി ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്നി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ജാറ് കഴുകി 1 ടേബിൾ സ്പൂൺ പുളിവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളമല്ല, 1 ടേബിൾ സ്പൂൺ പുളിവെള്ളം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ജാറ് കഴുകി ഇതിലേക്ക് അങ്ങ് ഒഴിക്കാം. പുളിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. ഒരു ചെറിയ കഷ്ണം പുളി മതി. വെള്ളമൊന്നും ചേർക്കരുത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ചേർത്ത ഉപ്പ് കറക്റ്റാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഈ എരിവും പുളിയും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ശർക്കര പൊടിച്ചതും കൂടെ ചേർക്കുകയാണ്. അത് വേണമെന്ന് നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിൽ കാര്യമായിട്ടൊന്നും ചേർക്കാനില്ല, പെട്ടെന്ന് സിമ്പിളാണ്. തേങ്ങയുടെ ഒന്നും ആവശ്യമില്ല. അത് 2-3 ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് ഒന്ന് വറ്റി വരണം, മൂടി വെച്ച് കൊടുക്കുക. 3 മിനിറ്റൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചട്നി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ചൂട് മാറിയിട്ട് ഈർപ്പമില്ലാത്ത കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 ദിവസം കേടുകൂടാതെ ഇരിക്കും. ദൂരെ യാത്രയ്ക്കൊക്കെ പോകുന്നവർക്കൊക്കെ നല്ലതാണിത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിത് ചട്നി തയ്യാറാക്കാൻ എടുത്ത സമയം മാത്രമേ നമ്മൾ ഈ അവല് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. കണ്ടില്ലേ, അവല് വെള്ളമൊക്കെ പിടിച്ചെടുത്ത് കുതിർന്ന് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അവല് കുതിർത്തത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവല് കുതിർന്ന് വന്നപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഇല്ല. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഏത് കപ്പിലാണോ അവല് അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. റോസ്റ്റ് ചെയ്തതോ റോസ്റ്റ് ചെയ്യാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്.
അധികം പുളിയില്ലാത്ത തൈരാണ്, ചെറിയൊരു പുളിപ്പേ ഉള്ളൂ. 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഏത് കപ്പിലാണോ അല്ലെങ്കിൽ ഗ്ലാസ്സിലാണോ റവയും അവിലും ഒക്കെ അളന്നെടുക്കുന്ന അതേ കപ്പിൻ്റെയോ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ തൈരും എടുക്കുക. അപ്പോൾ തൈരെടുത്ത് അതേ അളവിൽ തന്നെ 1 കപ്പ് സാധാരണ പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇനി അടിച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് അടിച്ചെടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പോ 1/2 കപ്പോ ചിരകിയ തേങ്ങയും കൂടെ ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അടിച്ചെടുക്കാം. ഞാനിപ്പോൾ തേങ്ങയൊന്നും ചേർക്കാതെയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്നല്ലേ ഇത് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. മാവ് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പം നമ്മൾ ദിവസവും ദോശയും ഇഡ്ഡലിയും ചപ്പാത്തിയൊക്കെ ഒരുപാട് സമയം എടുത്തല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തിട്ടെടുക്കാൻ പറ്റും. മാവ് കണ്ടില്ലേ, 1 മിനിറ്റ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് സോഫ്റ്റായി വരും. അതാ കണ്ടില്ലേ, മാവ് നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി കുറച്ച് വെജിറ്റബിൾസ് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇപ്പം ഞാനിപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, ഒരു ചെറിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു തക്കാളി, മീഡിയം സൈസ് തക്കാളി, മീഡിയം സൈസ് ക്യാരറ്റ്, പിന്നെ 2 പച്ചമുളകാണ്. അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നല്ല എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1 എടുത്താൽ മതി. എരിവില്ലാത്ത പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം. ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. നമുക്ക് ചോപ്പറിൽ വെച്ചിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയോ ചെയ്യാം. എല്ലാം ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും എടുത്തിട്ടുണ്ട്. ചോപ്പറിൽ പച്ചക്കറി ചോപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇട്ട് ചോപ്പ് ചെയ്താലും മതി. അപ്പം നമ്മുടെ ബാറ്ററി ഈ ഒരു കട്ടിക്കാണ് വേണ്ടത്. ഒരുപാടങ്ങ് വെള്ളം കൂടി പോവരുതേ. നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തുകൊണ്ട് നല്ല മാവ് നല്ല കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് ഇതാ വന്നിട്ടുണ്ട്. പിന്നെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിയിലയും കൂടെ ചേർക്കാം. എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇപ്പം ഞാൻ ദോശ ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം, കുറച്ച് മതി, അല്ലെങ്കിൽ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് മാവ് ഒന്ന് കലക്കിയെടുക്കാം. ഒരു 2 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു കനത്തിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതി. 3 മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത് ഇതിൻ്റെ പുറമൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ചട്നി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ദോശയുടെ കൂടെ മാത്രമല്ല എന്തിൻ്റെ കൂടെയും സൈഡായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല രുചിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. ഈ ഭാഗമൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല രുചിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ചട്നിയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ദോശ തയ്യാറാക്കി നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്